കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. കല്യാണത്തിനായി യുവാവ് മതം മാറാൻ നിർബന്ധിച്ചുവെന്ന് സഹോദരൻ. വീട്ടിൽ കൊണ്ടുപോയി സോനയെ മർദ്ദിച്ചുവെന്നും ആരോപണം. പറവൂർ സ്വദേശി റമീസിനെതിരെ കേസെടുത്ത് പോലീസ്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനുമെതിരെ തുറന്നടിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. സഹപ്രവർത്തകർ പിന്നിൽ നിന്ന് കുത്തുമെന്ന് കരുതിയില്ല. കീഴുദ്യോഗസ്ഥൻ എന്ന നിലയിൽ നേരിട്ട് ചോദ്യം ചെയ്യാമായിരുന്നിട്ടും തനിക്കെതിരെ വാർത്താസമ്മേളനം നടത്തിയത് ഞെട്ടിച്ചുവെന്നും ഡോക്ടർ ഹാരിസ്. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലയക്കാൻ ശ്രമിച്ചുവെന്ന് KGM-CTA ഗ്രൂപ്പിൽ സന്ദേശമയച്ചതിന് പിന്നാലെയാണ് ഹാരിസ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ന്യൂസ് 18 ഫോളോ. ജാതിമാറ്റ തട്ടിപ്പിൽ സർക്കാർ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാക്കുന്നു. സംവരണം നേടിയെടുക്കാനുള്ള ജാതിമാറ്റം കൂടുതലും നെയ്യാറ്റിൻകര രൂപതയിൽ. ജാതി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അവകാശം ഉദ്യോഗസ്ഥർക്ക് മാത്രമായി വിട്ടു നൽകില്ലെന്ന നിലപാടിൽ രൂപതാ നേതൃത്വം. വിവാദ സർക്കുലറുമായി ഗവർണർ. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കാൻ VC-മാർക്ക് നിർദ്ദേശം. സെമിനാറുകൾ സംഘടിപ്പിക്കാനും വിഭജനത്തിന്റെ ഭീകരത തുറന്നു കാട്ടുന്ന നാടകങ്ങൾ സംഘടിപ്പിക്കാനും നിർദ്ദേശം. സർവകലാശാലകൾ ആക്ഷൻ പ്ലാൻ നൽകണമെന്നും ചാൻസലർ. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ മന്ത്രി V. ശിവൻകുട്ടി. വിഭജന ഭീതി ദിനമെന്ന് ആദ്യമായി കേൾക്കുകയാണ്. ഏതെങ്കിലും ദിനം ആചരിക്കാൻ നിർദ്ദേശിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും മന്ത്രി. ധർമ്മസ്ഥലയിൽ മലയാളി കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഡി ഗ്യാങ്ങിന്റെ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ പങ്കുവച്ച് കാഞ്ഞങ്ങാട് സ്വദേശി രഞ്ജിരാഗ് കരിന്തളവും ഭാര്യയും. ആക്രമണശ്രമം വർഷങ്ങൾക്ക് മുമ്പ് മധുവിധു ആഘോഷിക്കാൻ ധർമ്മസ്ഥലയിലെത്തിയപ്പോൾ. വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം. 300 MPമാരെ പങ്കെടുപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ന് മാർച്ച്. 11:30 ആരംഭിക്കുന്ന മാർച്ചിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകും. പാർലമെന്റിലും പ്രതിഷേധം തുടരും.